ഹലോ! എല്ലാവരും വിഷൻ ബോർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. 2026-ലെ വിഷൻ ബോർഡ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. തെർമോക്കോൾ ഷീറ്റിനകത്ത് ചാർട്ട് പേപ്പർ ഒട്ടിച്ച് ഒരു ബോർഡ് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ വിഷൻ ബോർഡ് തയ്യാറാക്കാൻ പോകുന്നത്. വിഷൻ ബോർഡിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞുതരാം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കാണൂലേ, നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ആഗ്രഹങ്ങളല്ല, നമ്മുടെ ലൈഫിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവില്ലേ, അച്ചീവ്മെന്റ്സിന് വേണ്ടിയുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു വിഷൻ ബോർഡ്, ഒരു വർഷത്തെ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ വിഷൻ ബോർഡ്. രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക്. ഒന്ന് ഇതേപോലെയുള്ള ബോർഡിൽ സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം. മൊബൈലിൽ നമ്മൾ ഈ വിഷൻ ബോർഡ് ചെയ്തതിന് ശേഷം അതിനെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ ടേബിളിൽ മുകളിൽ വെക്കാൻ വേണ്ടി ആണ് ഈ ചാർട്ട് പേപ്പറിൽ ചെയ്യുന്നത്. ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മൊബൈലിൽ വയ്ക്കാവുന്നവർക്കും വയ്ക്കാം. ഞാൻ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് പ്രിന്റ്സ് ഒക്കെ ആദ്യം എടുത്തിട്ടുണ്ട്. ഫോട്ടോ പ്രിന്റ്, അങ്ങനെ കുറച്ച് കോട്സിന്റെ പ്രിന്റ്, അതെല്ലാം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ വേണം. ആ പ്ലാൻ അനുസരിച്ച് വേണം നമ്മൾ ഈ ബോർഡിലോട്ട് എല്ലാ പേപ്പേഴ്സും അല്ലെങ്കിൽ എല്ലാ കോട്സും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു പ്ലാൻ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് പ്രിന്റ്സ്, ഇത് കട്ട് ചെയ്ത പ്രിന്റ് ആണ്, അല്ലാതെ തന്നെ കുറച്ച് കോട്സ് അല്ല പിക്ചേഴ്സ് ഒക്കെ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറേ കാര്യങ്ങളൊക്കെ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് കുറേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തും കൂടെ ഇതിലേക്ക് ഒട്ടിക്കുന്നുണ്ട്. പിൻട്രസ്റ്റിലൊക്കെ നമുക്ക് നിറയെ ഇതേപോലുള്ള വിഷൻ ബോർഡിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, സജഷൻസ്, ഫോട്ടോസ് ഒക്കെ നമുക്ക് അതിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ അതിനെ കൊണ്ടുപോയി ഒന്ന് പ്രിന്റ് എടുത്താൽ മതി. ഞാൻ ഇതിൽ പേപ്പർ പ്രിന്റാണ് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ കട്ട് ചെയ്തതൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഫസ്റ്റ് ഇത് വെറുതെ റാൻഡമായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഏത് സ്ഥലത്തോട്ട് ഏതൊക്കെ നമുക്ക് വയ്ക്കണമെന്ന രീതിയിൽ വയ്ക്കാവുന്നതാണ്. ഫസ്റ്റ് അതിന് മുമ്പേ എല്ലാ പേപ്പറും ഒന്ന് അറേഞ്ച് ചെയ്ത് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഇതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് ആദ്യം അറേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മുടെ കട്ടിങ്സ്, ഫോട്ടോസ് എല്ലാം ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഫസ്റ്റ് വെച്ചായിരുന്നു. കാരണം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. അല്ലാതെ അറേഞ്ച് ചെയ്യാതെ പെട്ടെന്ന് നമ്മൾ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് ഫുള്ളായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇത്രയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പ്രിന്റ് എടുത്തപ്പോൾ യൂട്യൂബിൻ്റെ കുറച്ച് കട്ട്സ് ഉണ്ടായിരുന്നു, അതെടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ടും അവിടെ വെച്ച് ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ അന്ന് അറേഞ്ച് ചെയ്യുന്ന ടൈമിലാണ് അത് ശ്രദ്ധിച്ചത്. അത് നമുക്കൊരു പ്രശ്നമില്ല, നമുക്കത് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇവിടെ കുറച്ച് കോട്സ്, കുറച്ച് കട്ട്സ് ഇതൊക്കെ അങ്ങനെ എഴുതിയെടുത്ത് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയതായിട്ട് ഒരു യൂട്യൂബിൻ്റെ പിക്ചേഴ്സൊക്കെ വെച്ച് ലോഗോ ഒക്കെ വെച്ച് ചെറിയ പ്രിന്റ് പോലെയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വിഷൻ ബോർഡിൻ്റെ ഫൈനൽ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ഫുള്ള് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വെച്ച് ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കി നോക്കണം. യൂട്യൂബിലും പിൻട്രസ്റ്റിലും ഒക്കെ ഒരുപാട് ഐഡിയാസ് ഒക്കെ നമുക്ക് കിട്ടും. അതെല്ലാം നോക്കിയിട്ട് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതനുസരിച്ചുള്ള ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷൻ ബോർഡ് ചെയ്യാൻ പറ്റും. സമയമൊന്നും വൈകിട്ടില്ല, ഈ വർഷം തന്നെ ചെയ്യണം. എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈ ഒരു ദിന ആശംസകൾ.